ഒരു നാച്ചുറലായിട്ടുള്ള ചെമ്പരത്തി ഷാമ്പൂ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി ഷാമ്പൂ തേച്ചിട്ട് നമ്മുടെ ഹൈനു മോന് നല്ലൊരു കുളിയൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചെമ്പരത്തിയുടെ ഇല ശേഖരിക്കണം. ഇപ്പോൾ ചെമ്പരത്തിയുടെ ഇല എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിൽ കാണുന്ന ഇതാണ് ചെമ്പരത്തി. അറിയാമല്ലോ, നമ്മുടെ നാടൻ ചെമ്പരത്തിയാണ്, വെറൈറ്റി ഇനം ഒന്നും അല്ല. ഇതിൽ തന്നെ നമ്മൾ നല്ല ഇലകളും അതുപോലെ അതിൻ്റെ പൂവും നമുക്ക് ഉപയോഗിക്കാം. കാരണം പൂവൊക്കെ ഇട്ട് എണ്ണ കാച്ചാറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ പൂവും ഇലകളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെമ്പരത്തിയുടെ ഷാമ്പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ഇല കളക്ട് ചെയ്യാം. പൂ പറിച്ചിടേ ഇതിലേക്ക്, പൂ പറിച്ചിലേക്ക് ഇട്. വാവാ അതിനുട്ടാ പൂ പറിക്കി. പൂ പറിച്ചിലേക്ക് ഇട്, പൂ പറിക്കി വാവാ. അപ്പോൾ നമ്മൾ ഇത്രയും ചെമ്പരത്തിയുടെ ഇലകളാണ് എടുത്തത്. അത് നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും പുഴുവോ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിലോ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് വാഷ് ചെയ്തിട്ട് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക. നമുക്ക് താളി എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ച് അതിന് വേണ്ട വെള്ളം എടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും താളിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഈ കല്ലിലിട്ട് നന്നായിട്ട് ഉരച്ചെടുക്കണം. നമ്മൾ നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് മിക്സിയിലെടുത്ത് അടിച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മളിത് കല്ലിലിട്ട് ഉരതിയിട്ടാണ് താളി ഉണ്ടാക്കുന്നത്. നന്നായിട്ട് ഉരച്ചിട്ട് നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഉരയ്ക്കുന്ന സമയത്ത് കണ്ടില്ലേ ഇങ്ങനെ പത പോലെ വരും, നല്ല കൊഴുപ്പുള്ള പതകൾ. എന്നിട്ട് അത് വെള്ളത്തിൽ നട്ട് നന്നായിട്ട് ഇളക്കുക. ഇത് വീണ്ടും അതിൻ്റെ ചണ്ടി എടുത്തിട്ട് നന്നായിട്ട് ഉരതി ഈ കൊഴുപ്പ് മാക്സിമം കിട്ടുന്ന അത്രയും ആക്കിയെടുക്കുക. വീണ്ടും നമുക്ക് എഴുതാം. അപ്പോൾ ഏകദേശം നമ്മുടെ താളി ഇവിടെ റെഡിയായി. ഇനി ചണ്ടിയിലധികം കൊഴുപ്പില്ല, പരമാവധി നമ്മൾ നന്നായിട്ട് ഉരതി എടുത്തിട്ടുണ്ട്. ഇനി ഒരു തോർത്തുമുണ്ട്, പഴയൊരു തോർത്തുമുണ്ട് ഉപയോഗിച്ചിട്ട് ഈ ചണ്ടിയൊക്കെ നമുക്ക് ഒന്ന് അരിച്ച് മാറ്റാം. ഇനി നമ്മൾ ഷാമ്പു അരിക്കാൻ വേണ്ടിയിട്ട് തോർത്തുമുണ്ട് ഇങ്ങനെ നമ്മുടെ കപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഷാമ്പു ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളതാണ്, ചിലരൊക്കെ വീട്ടിലുണ്ടാക്കുന്നതാവും.
ഹൈനുമോൻ്റെ തലയിൽ നാച്ചുറൽ ഷാമ്പൂ ആയിട്ടുള്ള ഇവിടെ ചെമ്പരത്തി താളി തേക്കാൻ പോവാണ്. കണ്ണു കൂട്ടടാ. ഷാമ്പൂ തേപ്പിക്കുകയാണ്. ഷാമ്പൂവിനെ പോലെ തന്നെ അതാ അത്യാവശ്യം പതയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഷാമ്പൂ ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 30 സെക്കൻഡെങ്കിലും ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കാം. മുടിക്ക് വളരെ നല്ലതാണ്. നന്നായിട്ട് ഉറക്കം കിട്ടും. നല്ല തണുപ്പുണ്ടാകും തലയ്ക്ക്. നന്നായിട്ട് ഉറക്കം കിട്ടും. അതുപോലെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഷാമ്പൂ ഒക്കെ നമ്മുടെ ഹൈനുമോൻ്റെ മുഖത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുളിച്ച് തുടങ്ങാം. അങ്ങനെ കുളി കഴിഞ്ഞു. നമ്മൾ തോർത്താണ്. അതിനോട്ടന് ഏറ്റവും മടിയുള്ള കാര്യമാണ് തല തോർത്തൽ. വെള്ളത്തിൽ കളിക്കാൻ നല്ല ഇഷ്ടമാണ്. എന്നാൽ തല തോർത്താൻ ഭയങ്കര മടിയാണ്. ഹൈനൂട്ടൻ്റെ നാച്ചുറൽ ഷാമ്പൂ തേച്ചിട്ടുള്ള കുളി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ കുളിച്ച് നല്ല സുന്ദര കുട്ടനായിട്ടുണ്ട് അല്ലേ ഹൈനൂട്ട? സുന്ദരനായില്ലേ? സുന്ദരനായില്ലേ? Okay, thank you.